നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. തുണേരി ഷിബിൻ വധക്കേസിലെ 17 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. പ്രതികൾക്കെതിരായ കുറ്റങ്ങൾ സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കണ്ടെത്തിയാണ് സ്പെഷ്യൽ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. പോലീസ് അന്വേഷണം വിശ്വാസയോഗ്യമല്ലെന്ന് നിരീക്ഷിച്ച കോടതി ഉത്തരവിൽ കടുത്ത വിമർശനങ്ങളും നടത്തി. അതേസമയം വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് ഷിബിന്റെ പിതാവും CPIM ജില്ലാ നേതൃത്വവും വ്യക്തമാക്കി. തെളിവുകളുടെ അഭാവത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം പ്രതികൾക്ക് നൽകിയാണ് സ്പെഷ്യൽ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. ഒന്നാം പ്രതി തെയ്യമ്പാടി ഇസ്മായിൽ അടക്കമുള്ള 17 പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവിൽ സാക്ഷിമൊഴികൾ വിശ്വാസയോഗ്യമല്ലെന്ന് കോടതി വിധി എഴുതി. ആദ്യ 8 സാക്ഷികളുടെ മൊഴികൾ തത്ത പറയുന്നത് പോലെ ആരോ പഠിപ്പിച്ചു കൊടുത്തതാണെന്ന് നിരീക്ഷിച്ച കോടതി സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യങ്ങളും എടുത്തുദ്ധരിച്ചു. FIR രജിസ്റ്റർ ചെയ്യാനുണ്ടായ കാലതാമസത്തിലും ഒന്നാം സാക്ഷി പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകാൻ വൈകിയതിലും കോടതി സംശയം പ്രകടിപ്പിച്ചു. അന്വേഷണ സംഘത്തിനെതിരെയും കോടതി ഉത്തരവിൽ പരാമർശങ്ങളുണ്ട്. അന്വേഷണത്തെയും അന്വേഷണ റിപ്പോർട്ടിനെയും വിശ്വാസത്തിലെടുക്കാനാവില്ലെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. പ്രതികൾക്ക് പരിക്കേറ്റത്, പ്രതികളുടെ വാഹനങ്ങൾക്ക് കേടുപാട് പറ്റിയത് എന്നിവ അന്വേഷിക്കാതിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടിയെയും കോടതി ചോദ്യം ചെയ്യുന്നു. കോടതിയിൽ ഹാജരാക്കപ്പെട്ട കെമിക്കൽ റിപ്പോർട്ട് വിശ്വാസയോഗ്യമല്ലെന്നും കോടതി ഉത്തരവിൽ നിരീക്ഷിച്ചു. പ്രതികളുടെ കത്തിക്കരിഞ്ഞ വസ്ത്രങ്ങളുടെ ചാരത്തിൽ നിന്നും രക്തം കണ്ടെത്തിയതെങ്ങനെയെന്ന കെമിക്കൽ എക്സാമിനറുടെ വിശദീകരണവും കോടതി മുഖവിലക്കെടുത്തില്ല. ആസൂത്രിത കൊലപാതകമാണെന്ന പ്രോസിക്യൂഷൻ വാദം മൃതദേഹത്തിലെ മുറിവുകളുടെ സ്വഭാവം വിശകലനം ചെയ്ത് കോടതി തള്ളുകയും ചെയ്തു. യഥാർത്ഥ സംഭവത്തെ മറച്ചുവെച്ചുകൊണ്ട് ഒരു കേസ് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ഡിഫൻസിന്റെ വാദം, പ്രതികളുടെ വാദം കോടതി സ്വീകരിച്ചതായിട്ടാണ് വിധിന്യായത്തിലൂടെ വ്യക്തമാകുന്നത്. അതേസമയം വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഷിബിന്റെ പിതാവ് ഭാസ്കരൻ വ്യക്തമാക്കി. സംഭവത്തിൽ പരിക്കേറ്റവരുടെ മൊഴി പോലും കോടതി വിശ്വാസത്തിലെടുക്കാത്തതിൽ CPIM ജില്ലാ നേതൃത്വം നിരാശ രേഖപ്പെടുത്തി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളുടെ മൊഴി കോടതി അവിശ്വസിക്കാനിടയായി എന്നത് ഗൗരവമായ നിയമപ്രശ്നമാണ്. അതുകൊണ്ട് അടിയന്തരമായി ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ അപ്പീൽ സമർപ്പിച്ച് കുടുംബത്തിനും നാടിനും നീതി ഉറപ്പാക്കുന്നതിനുള്ള ഇടപെടൽ CPMന്റെ ഭാഗത്തുനിന്നുണ്ടാകും. റിപ്പോർട്ടർ, കോഴിക്കോട്. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പമുള്ളത് CPIM നേതാവ് ശ്രീ മുഹമ്മദ് റിയാസ്, യൂത്ത് ലീഗിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ നജീബ് കാന്തപുരം, ഷിബിന്റെ പിതാവ് ശ്രീ ഭാസ്കരൻ എന്നിവരാണ്. ആദ്യം ശ്രീ മുഹമ്മദ് റിയാസിലേക്ക്. ശ്രീ മുഹമ്മദ് റിയാസ്, 17 പ്രതികളെയും കോടതി വെറുതെ വിടുകയാണ്. നിങ്ങൾ അപ്പീൽ പോകുമെന്ന് പറയുന്നു. ഈ 17 പ്രതികളെയും വെറുതെ വിട്ടു എന്ന കേവലതയ്ക്കപ്പുറം കോടതിയുടെ എന്തൊക്കെ നിരീക്ഷണങ്ങൾ അപ്പീൽ പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്? ഒന്ന്, ജുഡീഷ്യൽ സംവിധാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ജുഡീഷ്യൽ സംവിധാനത്തിൽ തന്നെ അപ്പലേറ്റ് കോർട്ടിനെ സമീപിക്കുക എന്നുള്ള രീതിയുണ്ട്. അങ്ങനെ അപ്പലേറ്റ് കോർട്ടിനെ സമീപിച്ച് പല വിധികളും ഓവർ റൂൾ ചെയ്ത് വന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇതും അങ്ങനെ വരുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇതിൽ തുടക്കത്തിൽ തന്നെ അന്നത്തെ ഭരണകക്ഷിയിലെ പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ചില നേതാക്കന്മാരുടെ തണലിൽ വിലസുന്ന ക്രിമിനലുകൾ നടത്തിയ ഈ ഹത്യ സംരക്ഷിക്കപ്പെടാനുള്ള ശ്രമമായിരുന്നു നടന്നിരുന്നത്. നോക്കണം നിങ്ങൾ, ഷിബിന്റെ രക്തം ഈ പ്രതികളുടെ വസ്ത്രത്തിൽ വന്നത് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ തെളിഞ്ഞതാണ്. അപ്പൊ ഷിബിന്റെ രക്തം പ്രതികളുടെ വസ്ത്രത്തിൽ വന്നത് ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിഞ്ഞ ആ ശാസ്ത്രീയമായ തെളിവ് സ്വീകരിക്കാൻ എന്തുകൊണ്ട് കോടതി തയ്യാറായില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരികയാണ്. ജുഡീഷ്യൽ സംവിധാനത്തെ അംഗീകരിക്കുന്നവർക്ക് തന്നെ കോടതി വിധികളിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുവാനുള്ള അവകാശമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ നിലയിൽ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഏതൊരു വ്യക്തിക്കും ചോദിക്കാവുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ദൃക്സാക്ഷി ഒരാളാണെങ്കിൽ പോലും ശിക്ഷ നൽകണമെന്ന് നിരവധി കോടതി വിധികളുള്ള ഒരു രാജ്യത്ത് 8 ദൃക്സാക്ഷികളുള്ള സാക്ഷി മൊഴികൾ വന്ന വിഷയത്തിനകത്ത് പ്രതികളെ ശിക്ഷിച്ചില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനകത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഷിബിനോടൊപ്പം ഭീകരമായി അക്രമത്തിൽ ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാരക പരിക്കേറ്റ 8 പേർ, അതിൽ 6 പേർ കൃത്യമായി ആളുകളെ ഐഡന്റിഫൈ ചെയ്തു പോകുന്ന സ്ഥിതിയുണ്ടായി. അവർ മുഴുവനും ഐഡന്റിഫൈ ചെയ്തു പോകുന്ന സ്ഥിതിയുണ്ടായി. ഇങ്ങനെ പരിക്കേറ്റവർ, അതേ സമയത്ത് അക്രമത്തിൽ പരിക്കേറ്റവർ ഇന്നവരാണ് പ്രതിയെന്ന് മൊഴി നൽകിയിട്ടും ആ മൊഴി എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നുള്ള ചോദ്യം മറ്റൊന്ന്. ഇതിൽ ഒന്നാമത്തെ സാക്ഷി സംഭവസ്ഥലത്തുള്ള വ്യക്തിയാണ്. സംഭവസ്ഥലത്തുള്ള വ്യക്തി കൃത്യമായി കണ്ടത് മൊഴി നൽകിയിട്ടും അതെന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നുള്ള ചോദ്യം മറ്റൊന്നായി വരുന്നു. ഇങ്ങനെ നിരവധി സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വരുന്നു. ഒന്ന്, പോലീസ് ഇതിനകത്ത് എടുത്തിട്ടുള്ള നിലപാട്. പോലീസ് ഈ കേസിൽ തുടക്കത്തിൽ തന്നെ എടുത്തിട്ടുള്ള നിലപാട് ഗൗരവമേറിയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. 2, പോലീസും പ്രോസിക്യൂഷനും തമ്മിൽ ഒരു ടീമായി പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല.
കൃത്യമായി പോലീസിന് ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള വളരെ ഗൗരവത്തോടു കൂടിയുള്ള വിഷയങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധിയും മറ്റ് പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത് വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നീതി ലഭിച്ചില്ല എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഷിബിൻ ഒറ്റയ്ക്ക് മരിച്ചതല്ല, ഷിബിനെ കൊന്നതാണ്, ഷിബിൻ കൊല്ലപ്പെട്ടതാണ്. അപ്പൊ ഷിബിനെ ആര് കൊന്നു? ഇതൊരു ചോദ്യമല്ലേ? ഇവിടെ ഷിബിൻ സ്വയം മരിച്ചതാണ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് കോടതിയുടെ ഒരു വിധി വരുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. തീർച്ചയായും അതാണ് CPIഎമ്മിൻ്റെ നിലപാട്. ശ്രീ നജീബ് കാന്തപുരം, ഇപ്പോൾ കോടതി പറയുകയാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്ന ആളുകളിൽ ഒരാൾ പോലും, അല്ലെങ്കിൽ ഈ പ്രതികളിൽ ഒരാൾ പോലും കുറ്റക്കാരല്ല എന്ന് പറയുന്നു. പക്ഷേ നിരവധി സംശയങ്ങൾ ഉയരുന്നുണ്ട്. നേരത്തെ ശ്രീ മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമെന്ന് പറയുന്നു, ഒറ്റ സാക്ഷിമൊഴി പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇങ്ങനെ നിരവധി സംശയങ്ങൾ ഉയരുന്നുണ്ട്. 17 പ്രതികളെയും വെറുതെ വിടുക എന്ന അസ്വാഭാവികതയിൽ ഒരുപക്ഷെ ഉന്നയിക്കുന്ന സംശയങ്ങൾ ബലപ്പെടുകയല്ലേ ചെയ്യുക ഈ കോടതി വിധി പുറത്തു വരുമ്പോൾ? തീർച്ചയായിട്ടും ഈ കേസിൻ്റെ ഒരു വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ മുസ്ലിം ലീഗ് വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഷിബിൻ വധക്കേസ് ഒരിക്കലും ഷിബിൻ കൊല്ലപ്പെട്ടത് ഒരിക്കലും ഒരു രാഷ്ട്രീയ സംഘടനത്തിൻ്റെ ഭാഗമായിട്ടല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം, ജനുവരി 22-ാം തീയതി ഈ കൊലപാതകം നടക്കുമ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരിക്കലും ഒരു രാഷ്ട്രീയ സംഘർഷത്തിനിടയിലോ ഒരു പ്രശ്നത്തിനിടയിലോ അല്ല വെള്ളൂരിൽ വെച്ച് ഷിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ആ സാഹചര്യത്തിൽ തന്നെ ഒട്ടേറെ നിഗൂഢതകൾ ആ മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നും ഈ കോടതി വന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ ആശ്വാസം തോന്നുന്ന ഒരു കാര്യം, ഷിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതിൽ അതിയായ ദുഃഖമുണ്ട്, മരണത്തിൽ വളരെ വേദനയുണ്ട്. ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചതാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളടക്കം അന്ന് ഷിബിൻ്റെ വീട് സന്ദർശിക്കുകയും വളരെ കൃത്യമായി ഇതിന് പിറകിലെ യാഥാർത്ഥ്യം കണ്ടെത്തണമെന്നും പ്രതികളെ പിടികൂടണമെന്നും ഞങ്ങളൊക്കെ പറഞ്ഞതാണ്. ഞങ്ങളൊക്കെ ആ നിലപാട് തന്നെയാണ് ഇന്നും ആവർത്തിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഉള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, റിയാസ് ഇവിടെ സൂചിപ്പിച്ച പോലെ ആരാണ് യഥാർത്ഥ കുറ്റവാളികളെന്ന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പോലീസ് പിടികൂടിയ പ്രതികളൊന്നും കുറ്റവാളികളല്ല എന്ന് കോടതി വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇതിന് പിറകിൽ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു ദുരൂഹത അന്ന് തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഷിബിൻ ആക്രമിക്കപ്പെട്ടത് രാത്രി 11 മണിക്കാണ്. അതിനുശേഷം അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് എത്തിക്കാവുന്ന ഒരുപാട് ആസ്പത്രികൾ ഉണ്ടായിട്ടും ആ ആസ്പത്രികളിലൊന്നും എത്തിക്കാതെ വളരെ വൈകിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷിബിനെ എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനിടയിൽ കല്ലാച്ചിയിലോ നാദാപുരത്തോ കുറ്റ്യാടിയിലോ ഉള്ള ഹോസ്പിറ്റലുകളിൽ പോലും വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത ഒരു ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ പോലും ഒരുപാട് ദുരൂഹതകൾ സംശയങ്ങളൊക്കെ അന്ന് പ്രകടിപ്പിക്കപ്പെട്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയിൽ ഷിബിൻ്റെ അച്ഛൻ കൂടി ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും തീർച്ചയായിട്ടും അങ്ങനെ ഒരു മുറിവേൽപ്പിക്കുന്ന ഒരു സംസാരം മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ഇനിയും ഒരു തരത്തിലുള്ള അക്രമത്തെയും കൊലപാതകത്തെയും ന്യായീകരിക്കാനോ അതിന് പിന്തുണ പ്രഖ്യാപിക്കാനോ മുസ്ലിം ലീഗ് ഇന്നേ വരെ തയ്യാറായിട്ടില്ല, ഇനിയും തയ്യാറാവില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിനു പുറകിലെ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്ന് കണ്ടെത്തണം. മഠത്തിൽ ഷുഹൈബ് എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പൂർണ്ണമായും നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പോലീസിനും ആ കാര്യം വളരെ കൃത്യമായി അറിയാം. പക്ഷേ പോലീസ് മാനിപ്പുലേറ്റ് ചെയ്ത് ആ ചെറുപ്പക്കാരനെ ബുക്ക് ചെയ്യുകയും ഈ കേസിലേക്ക് വളരെ കൃത്യമായി പോലീസ് മാനിപ്പുലേഷൻ നടത്തുകയും തെളിവുകൾ അങ്ങനെ ഉണ്ടാക്കുകയും പോലീസ് വളരെ കൃത്യമായി ചില ആളുകളെ പ്രതികളാക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് നിലനിൽക്കാതെ പോയത്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിന് പിറകിൽ പല നിഗൂഢമായ കാര്യങ്ങളുമുണ്ട്. തീർച്ചയായും അത് പുറത്തു വരണം എന്നാണ് താങ്കൾ പറയുന്നത്. തുടരുക ശ്രീ നജീബ് കാന്തപുരം. താങ്കൾ ദയവായി ഇപ്പോൾ ഷിബിന്റെ പിതാവ് ശ്രീ ഭാസ്കരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഭാസ്കരൻ, ഇപ്പോൾ കോടതി എല്ലാ പ്രതികളെയും വെറുതെ വിടുകയാണ്. സംശയാതീതമായി പ്രോസിക്യൂഷന് കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ശ്രീ മുഹമ്മദ് റിയാസ് അടക്കം ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ആരാണ് കുറ്റക്കാർ, ആരാണ് പ്രതികൾ എന്നുള്ള ചോദ്യം വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. ഈ തെളിവുകളുടെ അഭാവമാണ് ഇത്തരത്തിൽ ഇവരെ വെറുതെ വിടുന്നതിന് കാരണമായി തീർന്നത് എന്നാണോ കരുതുന്നത്, അതോ കുറ്റക്കാർ വേറെയാണെന്നാണോ? എനിക്ക് 2-3 കാര്യങ്ങൾ ആദ്യമായി പറയാനുള്ളത്,
നിയമപരമായിട്ട് ഒരുപാട് വിജ്ഞാനങ്ങളൊന്നുമില്ലെങ്കിലും കോടതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കോടതിയിൽ ഇന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിധിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അടുത്ത ഈ സംഭവം നടന്നിട്ടുള്ള അടുത്തിട്ടുള്ള വീട്ടുകാരൊന്നും സാക്ഷികളല്ല. അത് തെറ്റായ നിഗമനം. 1. 2, 12-ലധികം മണിക്കൂറിന് ശേഷമാണ് പോലീസിൽ വിവരം അറിയിച്ചത് എന്ന്. പോലീസിനെ നേരത്തെ വിവരം അറിയിച്ചിരുന്നു, പോലീസ് വഴിതെറ്റിപ്പോയത്. മറ്റൊന്ന്, പിന്നീട് ഈ 7 പേരെയാണ് മാരകമായി മാറാടിന് സമാനമായ രീതിയിൽ റോഡിൽ വെട്ടിയിട്ടത്. ആ പ്രദേശത്തെ മുഴുവൻ ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഒക്കെ ഈ ചോരയിൽ കുളിച്ചു കിടക്കുന്ന, ആ വഴി ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഈ ചെറുപ്പക്കാരെ എടുത്ത് ഹോസ്റ്റലിൽ പോകാനാണ് ശ്രമിച്ചത്. അല്ലാതെ ഇവരെ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോകാനല്ല. ബാലിശമായ ഒരു നിഗമനമാണ് കോടതിയുടേത്. അത് 2. 3, ഈ പ്രതികൾ ആരാണെന്ന് എൻ്റെ സ്വന്തം അമ്മയുടെ സഹോദരി, ഇവിടെ മകളടക്കം കണ്ടതാണ്. അവർ സാക്ഷി പട്ടികയിലേറ്റ. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മുഴുവൻ പരിക്കേറ്റവരും കണ്ടതാണ്. ഐ വിറ്റ്നസ് എന്ന് പറയുന്നത് മരണത്തിൽ നിന്നും തലനാരിഴക്ക് രക്ഷപ്പെട്ടു വന്നവരുടെ സാക്ഷിമൊഴികൾ തത്ത പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ? എന്താണ് ഇങ്ങനെ ഒരു വിധിയോ? നമ്മളൊക്കെ ഈ നേരിട്ട ദുരന്തത്തിന് ചെറിയൊരു സമാശ്വാസം കിട്ടുന്ന ഒരു വിധി ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ ഇത് ഇരകളോടൊപ്പം നിൽക്കേണ്ട ഈ ബഹുമാനപ്പെട്ട കോടതി വേട്ടക്കാരോടൊപ്പം നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ലീഗ് നേതാവ് അവരുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇവിടെ ആവർത്തിക്കുകയാണ്. പച്ചക്കള്ളം. അദ്ദേഹത്തോട് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് നീതി ലഭ്യമാകണം, നീതി ലഭിക്കണം. അത് യഥാർത്ഥ പ്രതികൾ ഇവർ തന്നെയാണെന്ന് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, പരിക്കേറ്റവരും നാട്ടുകാരും ഒക്കെ പറയുന്നതാണ്. അത് ഇവർ വഴിതെറ്റി വിരിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നീതിപൂർവമായ ഒരു ഞങ്ങൾക്ക് കിട്ടിയില്ല. കാരണം ഇതിലൊരു ആലോചന ഉണ്ടായിരുന്നു, ഗൂഢാലോചന ഉണ്ടായിരുന്നു. അതിൽ യഥാർത്ഥ ഗൂഢാലോചനക്കാർ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നിട്ടില്ല. കാരണം മഴുവടക്കമുള്ള ആയുധങ്ങൾ അവർ മുൻകൂട്ടി ശേഖരിച്ചു വെച്ചതാണ്. കടയിൽ പോയി വാങ്ങാൻ കിട്ടിയ സാധനമല്ല മഴു. ആ മഴുവടക്കമുള്ള സാധനങ്ങൾ എടുത്ത് ഉപയോഗിച്ചിട്ട് ഗൂഢാലോചനയില്ല എന്ന് പറയാ. അവരുടെ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കല്യാണത്തിന് പോയിരുന്ന എൻ്റെ മകനും അവൻ്റെ സുഹൃത്തുക്കളും അവിടെയാണ് ഒരു പുതിയ ഷർട്ട് വാങ്ങി വെച്ച് കല്യാണത്തിന് പോകുമ്പോൾ തടഞ്ഞു നിർത്തി ബൈക്കിന്റെ ചാവി പിടിച്ചു വാങ്ങിയവരാണ് ലീഗുകാർ. എന്നിട്ട് പറയാണ് ലീഗുകാരല്ല വേറെ ആരോ ആണെന്ന്. ഇത്രയും ശുദ്ധ അസംബന്ധം വിളിച്ച് പറയുന്നവരോട് എന്താണ് പറയാ? ലീഗുകാരന്റെ ഇസ്മായിലിന്റെ അനുജൻ മുനീറാണ് ചാവി ഉരിയുന്നത്. ഇവരുടെ പുതിയ ബൈക്കായിരുന്നു 2. അതുകൊണ്ടാണ് അവിടെ ഇട്ടേച്ച് പോയി. എൻ്റെ വീടിന്റെ അടുത്താണ്. ആ വീടിനോട് ചേർന്നിട്ടുള്ള എല്ലാ സാക്ഷികളുടെയും കുറ്റമറ്റ രീതിയിലാണ് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സാധാരണ കോടതിയെ പറ്റിയൊക്കെ പറയാറുണ്ട്. കോടതി സത്യസന്ധ കോടതിയല്ല, അവിടെ വരുന്ന തെളിവിന്റെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിലാണ് വിധി പറയുകയാണ്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിലുള്ള മുഴുവൻ സാക്ഷി ഓരോ ദിവസവും 99.9 അല്ല 100% തെളിവുണ്ടായിരുന്നു. അവിടെ സാക്ഷികളുടെ മൊഴിയിൽ ഒരു -പോയിന്റ് വീക്ക്നെസ് ഉണ്ടായിരുന്നല്ല. എന്നിട്ടും കേസ് എടുത്തേറിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നിയമത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് പാർട്ടിയും ഗവൺമെന്റ് ഉറപ്പ് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രതികളെ മുഴുവൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ. തീർച്ചയായും അതാണ് താങ്കളുടെ നിലപാട്. ദയവായി തുടരുക ശ്രീ ഭാസ്കരൻ. താങ്കളുടെ നിലപാട് വ്യക്തമാണ്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇപ്പോൾ കോടതി ഒരു കേസിൽ തീർപ്പ് കൽപ്പിക്കുക കോടതിയുടെ മുൻപിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ സാക്ഷിമൊഴികളുടെ കാര്യത്തിലടക്കം കോടതി പറയുന്നു തത്ത പഠിപ്പിച്ച പോലെയുള്ള മൊഴികൾ. ചില മൊഴികളിലാകട്ടെ വൈരുദ്ധ്യമുണ്ട്. ആക്രമണത്തിന് ഇരകളായ ആളുകളുടെ മൊഴികൾ പോലും കോടതിക്ക് വിശ്വാസമാകുന്നില്ല. അന്വേഷണ സംഘത്തെ പഴിക്കുകയും ചെയ്യുന്നുണ്ട്. താങ്കൾ എന്താണ് കരുതുന്നത്? കോടതിയുടെ ഉത്തരവ് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പ്രോസിക്യൂഷന്റെ ഇടപെടലുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ വന്നു എന്ന് ഇപ്പോൾ ഈ വിധി പുറത്ത് വരുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടോ? ശ്രീ മുഹമ്മദ് റിയാസ്. ശ്രീ റിയാസ്, താങ്കൾ കേൾക്കാമോ? ഇതിലൊന്ന്, നിങ്ങളുടെ ചോദ്യം പകുതി മുക്കാലോളം എനിക്ക് കേൾക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഓഡിയോ തകരാറായിരിക്കും. പക്ഷെ ഇതിൽ 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നു. ഒന്ന്, 66 സാക്ഷികൾ ഈ കേസിൽ മൊഴി നൽകിയിട്ടുണ്ട് പ്രതികൾക്കെതിരെ. 66 സാക്ഷികൾ. ഒരു മർഡർ കേസിനകത്ത് 66 സാക്ഷികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ വളരെ അധികമാണ്. 151 രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. 151 രേഖകൾ. ആയുധമടക്കമുള്ള 65 മുതലുകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ആയുധം എന്ന് പറയുമ്പോൾ മഴുവാണ്.
ഒരു പ്രീപ്ലാൻഡ് മർഡർ ആണെങ്കിൽ മാത്രമേ ഒരു മഴു കരുതുകയുള്ളൂ. ആ മഴു പോലീസ് കണ്ടെടുത്തതല്ല, ആ മഴുവിനകത്ത് രക്തമുണ്ട്. ആ രക്തം നേരത്തെ ഇവിടെ സംസാരിച്ച ഭാസ്കരേട്ടൻ്റെ മകൻ്റെ രക്തമാണ്, ഷിബിൻ്റെ രക്തം. ഷിബിൻ്റെ രക്തം ആ മഴുവിൽ അങ്ങനെ വെറുതെ വരില്ല. ആ മഴു കൊണ്ടാണ് ഷിബുവിനെ വെട്ടിയത്. ആ മഴു കണ്ടെത്തി, ആ മഴുവിൻ്റെ കയ്യടയാളം കണ്ടെത്തി. ഷിബിൻ്റെ രക്തം ചിതറിത്തെറിച്ചത് ഈ പ്രതികളുടെ ഷർട്ടിലേക്കായിരുന്നു. അടുത്തുള്ളവരുടെ ഷർട്ടിലാണല്ലോ തെറിക്കുക, അല്ലാതെ അമേരിക്കയിലുള്ള ആളുടെ ഷർട്ട് തെറിക്കില്ലല്ലോ. തൊട്ടടുത്ത വ്യക്തിയുടെ ഷർട്ടിൽ അത് തെറിച്ചു. ശാസ്ത്രീയമായി പരിശോധിച്ചു, ആ ഷർട്ടിനകത്തുള്ള രക്തം ഷിബിൻ്റെ രക്തമാണെന്ന് കണ്ടെത്തി. ഇനി ഇതൊക്കെ പോട്ടെ, ഒരു സംശയം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. KPCCയുടെ പ്രസിഡന്റായ ശ്രീ VM സുധീരൻ ഈ സ്ഥലം സന്ദർശിച്ചു. ഇതിൽ പരിക്ക് പറ്റിയതിൽ ആളുകളുടെ സുഹൃത്തുക്കളായ കോൺഗ്രസിന്റെ പ്രവർത്തകർ പോലും പരസ്യമായി ശ്രീ VM സുധീരനോട് പറഞ്ഞു, മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ക്രിമിനൽ സംഘമാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ ഈ നാദാപുരം മേഖലയിലെ ക്രിമിനൽ സംഘങ്ങളെ കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു എന്ന് KPCC പ്രസിഡന്റിനോട് ശ്രീ VM സുധീരനോട് പറയുന്നത് വീഡിയോയിൽ കോൺഗ്രസിന്റെ സുഹൃത്തുക്കളെ തന്നെ പിടിച്ച് യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടതാണ്. ഇവിടെ മുസ്ലിം ലീഗ് വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ടത് നാദാപുരം മേഖലയിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനമാണ്. കേരളത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വം വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ട വിഷയമാണ്. നാദാപുരം മേഖലയിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം അപകടകരമായ പ്രവർത്തനമാണ്. ആ അപകടകരമായ പ്രവർത്തനം ആളുകളെ വകവരുത്തുക എന്നുള്ള പ്രവർത്തനമാണ്. ഞങ്ങൾ കോടതി വിധി മാനിച്ചുകൊണ്ട് അപ്പലേറ്റ് കോർട്ടിനകത്ത് ഫൈറ്റ് ചെയ്യും. ഞങ്ങൾ ക്ഷമയാണ് ഞങ്ങളുടെ ആയുധമായി കാണുന്നത്. ക്ഷമ ഞങ്ങളുടെ ആയുധമായി ഞങ്ങൾ കാണുകയാണ്. അതുപോലെ തന്നെ നിയമപരമായ പോരാട്ടവുമായി മുന്നോട്ട് പോകുക എന്നുള്ള മാർഗമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഇത് ഞങ്ങൾ പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുമ്പോൾ അയാളെ ആരോ അദൃശ്യൻ കൊലപ്പെടുത്തി എന്ന് തോന്നുന്ന രീതിയിലേക്ക് ഇവിടെ ചർച്ചകൾ സംഘടിപ്പിക്കുകയാണ്. ഇപ്പൊ നജീബ് പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, പലരും ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. നവമാധ്യമങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. ഞാൻ ഇന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ, ഈ കമന്റുകളിൽ ചിലതാണ് ഇവിടെ നജീബും ആയുധമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി DYFIയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഭാഗമായി 2 ദിവസം മുമ്പ് ചില കശപിശകൾ ഉണ്ടായതിന്റെ തുടർച്ചയായി നടന്ന കൊലപാതകത്തെ രാഷ്ട്രീയമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അപലനീയമാണ്. ഇത് തുടരരുത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ XOR ഏത് പ്രസ്ഥാനമായിക്കോട്ടെ, ആളുകളുടെ ജീവൻ എടുക്കാനുള്ള ലൈസൻസ് അല്ല. ആശയപരമായ പോരാട്ടമാണ് വേണ്ടത്, കായികപരമായ പോരാട്ടമല്ല. ഈ പരിഷ്കൃത സമൂഹം ആഗ്രഹിക്കുന്നതാണ്. പാളിച്ചകൾ ആരുടെ ഭാഗത്ത് വന്നാലും തിരുത്തണം. അങ്ങനെ ആശയപരമായ ഒരു പോരാട്ടം, സ്വസ്ഥവും സുഖകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ നിലപാട് ശരിയല്ല. ഈ നിലപാട് തിരുത്തണം. ഇവിടെ പ്രതികൾക്കെതിരെ കർക്കശമായ നിലപാടിന് വേണ്ടി ഞങ്ങൾ നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. തീർച്ചയായും അതാണ് CPIഎമ്മിന്റെ നിലപാട്. ശ്രീ നജീബ് കാന്തപുരം, ഇപ്പോൾ നേരത്തെ ശ്രീ മുഹമ്മദ് റിയാസ് സൂചിപ്പിക്കുകയുണ്ടായി, അന്ന് സോഷ്യൽ മീഡിയകളിൽ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. അതിൽ ഇങ്ങനെ ഒരു സംഭാഷണമുണ്ട്. ഇസ്മായിൽ പരിചയക്കാരനാണ്, നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഇടപെടും. ലീഗുകാരാണ് ഇസ്മായിലിന് സംരക്ഷണം നൽകി വന്നിരുന്നത്. മാർക്സിസ്റ്റുകാർ ഇവിടെ കുറെ വിലസുന്നുണ്ട്. ഇനിയൊരു പ്രശ്നമുണ്ടായാൽ ഒരാളെ തട്ടുമെന്നാണ്. പ്രതികാരത്തിന് അവസരം കാത്തിരിക്കുകയായിരുന്നു അവർ എന്നാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു സംഭാഷണം. ഇത് VM സുധീരനോട് യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്ന 2 പേർ പറയുന്നതാണ്, വട്ടക്കുനി വിജീഷും ഒപ്പം രാജേഷും. ഈ സംഭാഷണം അന്ന് പുറത്തു വന്നതാണ്. സ്വാഭാവികമായും കോടതി വിധി പുറത്തു വരുമ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ നടത്തിയ ആ സംഭാഷണ ശകലം, അവർ പ്രതിസ്ഥാനത്ത് നിർത്തിയ ഇസ്മായിലിന്റെ പങ്ക് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് മറുപടി? ഞാൻ പറയട്ടെ, സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളെ ഒരു ആധാരമാക്കി നമുക്കൊരിക്കലും ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഇവിടെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ റിയാസ് പറഞ്ഞല്ലോ, നാദാപുരം പ്രദേശത്തെ CPIഎമ്മിൻ്റെ പ്രവർത്തകരെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ കൃത്യമായ ചില കാഴ്ചപ്പാടുണ്ട്. CPIഎം കേരളത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും സംശയമില്ല. എന്നാൽ നാദാപുരത്തെ CPIഎം RSSനെ പോലും തോൽപ്പിക്കുന്ന കൃത്യമായ വർഗീയ അജണ്ടയുമായിട്ടാണ് ഇക്കാലം അത്രയും പ്രവർത്തിച്ചത്. നാളെയും അവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാകും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പാണ് ഇപ്പോഴും അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ വിശ്വാസത്തിൽ എടുക്കാമെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ DYFIയുടെ നാദാപുരം മേഖലയിലൊക്കെയുള്ള പ്രവർത്തകന്മാർ സോഷ്യൽ മീഡിയയിൽ എന്താണ് പറയുന്നത്? ഞങ്ങൾ കോടതി വിധിക്ക് പകരം അരിയിൽ ഷുക്കൂറിൻ്റെ താഴെ ഒരു പേരും കൂടി എഴുതി ചേർത്തുകൊള്ളൂ, ഞങ്ങൾ വിധി നടപ്പാക്കുമെന്നാണ്. അപ്പം ഞങ്ങളത് വിശ്വാസത്തിലെടുക്കുകയോ അതിൻ്റെ പേരിൽ CPIഎമ്മിനെ വിമർശിക്കാനോ ഈ അവസരം ഉപയോഗിക്കുകയല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷിബിൻ കൊല്ലപ്പെട്ടതിൻ്റെ പിറ്റേന്ന്
ജനുവരി 23-ാം തീയതി ആ വെള്ളൂരും പ്രദേശത്തും തൂണേരിയിലെ മറ്റ് പ്രദേശങ്ങളിലും നടന്ന നിഷ്ഠൂരമായ ഒരു കലാപമുണ്ട്. ആ കലാപം ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി ഈ കൊലപാതകം പോലും പ്രീ പ്ലാൻഡ് ആയിരുന്നോ എന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണങ്ങൾ ഇനി ഉന്നത ഏജൻസികൾ വീണ്ടും അന്വേഷിക്കുകയാണെങ്കിൽ പോലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് മുസ്ലിം ലീഗ് ഒരിക്കലും ഇത്തരമൊരു കൊലപാതകത്തിന് പിറകിലില്ല. മുസ്ലിം ലീഗ് ഒരിക്കലും ഇത്തരമൊരു കൊലപാതകം പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ മുസ്ലിം ലീഗിന് നാദാപുരം മേഖലയിൽ ഒരു സംഘർഷമുണ്ടാക്കാൻ താല്പര്യവുമില്ല. ഞങ്ങൾ എപ്പോഴും നാദാപുരം മേഖലയിൽ ഒരുപാട് പതിറ്റാണ്ടുകൾ നീണ്ട സമാധാനത്തിന് വേണ്ടി വലിയ ശ്രമങ്ങളും വലിയ പങ്കാളിത്തവും വഹിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്നും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നാദാപുരത്തെ സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് ഒരുപാട് വിട്ടുവീഴ്ചകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഞങ്ങളുടെ പ്രവർത്തകരെ മുഴുവനും വേട്ടയാടി കൊലയാളികളായി ചിത്രീകരിച്ച് വളരെ അപക്വമായ രീതിയിലുള്ള പരാമർശങ്ങളുമായിട്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ വെള്ളൂരിൽ അന്ന് നടന്ന കലാപത്തിൻ്റെ കനൽ ഇന്നും എരിഞ്ഞടങ്ങിയിട്ടില്ല. ഞങ്ങളൊക്കെ ആ പ്രദേശം സന്ദർശിച്ച ആളുകളാണ്. ഞങ്ങളൊക്കെ അവിടുത്തെ ദുരന്ത ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഷിബിന്റെ പിതാവിനെ അന്ന് ആശ്വസിക്കാൻ പോയ സംഘത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കൊലപാതകത്തെ 100% അന്നും അപലപിച്ചിട്ടുണ്ട്, ഇന്നും അപലപിക്കുന്നു. രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും മതത്തിന്റെ പേരിലാണെങ്കിലും ഏത് കാര്യത്തിന്റെ പേരിലാണെങ്കിലും കൊലപാതകം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് വേണ്ടതും. ശ്രീ നജീബ് കാന്തപുരം, താങ്കൾ ദയവായി തുടരുക. ഇപ്പോൾ ശ്രീ ഭാസ്കരനിലേക്ക് വീണ്ടും പോകാൻ. ശ്രീ ഭാസ്കരൻ, ഇപ്പോൾ കോടതി പറയുന്നത് ഒരു തെളിവ് പോലും വിശ്വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു എന്നതാണ്. മാത്രമല്ല അന്വേഷണ സംഘത്തിനും പഴി കേൾക്കേണ്ടി വരുന്നുണ്ട്. ഈ അന്വേഷണം തന്നെ വിശ്വാസയോഗ്യമല്ലാത്ത നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയ അന്വേഷണമാണ്. അന്നൊക്കെ കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുത്തിട്ടുണ്ട് എന്നതും അറിയാം. എന്തുകൊണ്ട് ഇത്തരത്തിൽ തെളിവുകളൊക്കെ വിശ്വാസയോഗ്യമല്ലാത്തതായി മാറുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? കോടതിക്ക് അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ഏത് നിഗമനത്തിലും എത്താം. അങ്ങനെയാണല്ലോ സ്വാഭാവികം. കോടതി ഒരേ കേസ് തന്നെ വ്യത്യസ്തമായ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ വ്യത്യസ്ത വിധികളാണ് വരുന്നത്. അപ്പൊ അതിനർത്ഥം കോടതി എടുക്കുന്ന നിലപാട് എല്ലാം പൂർണ്ണമായും ശരിയാകണമെന്നില്ല. ഈ കേസിലെ പ്രതികൾക്ക് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ ജാമ്യം ഗവൺമെന്റിന്റെ നിരന്തരമായ ഇടപെടൽ ബുദ്ധിമുട്ടിക്കലിന് ശേഷവും 3 പ്രധാന പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ പറ്റി. അപ്പോൾ ഈ കേസിലെ ഹൈക്കോടതി മാറാട് കോടതിയിലുള്ള വിധി അന്തിമ വിധിയല്ല, അത് മറ്റൊരു വിഷയം. നിയമപരമായിട്ട് എല്ലാ പോരാട്ടം നടത്തും. പക്ഷേ കോടതി ഉദ്യോഗസ്ഥരെ വിമർശിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം അന്വേഷണം നല്ല നിലയിൽ തന്നെ നടത്തി, കുറ്റപത്രം നല്ല നിലയിൽ തന്നെ സമർപ്പിച്ചു. പക്ഷെ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അത് സാധ്യമായ എല്ലാ നിയമവശങ്ങളും നിയമവകുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് അതിന് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. CPI-യും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും ഈ കൊലപാതകത്തിലെ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള എല്ലാ തെളിവുകളും നമ്മുടെ ഇവിടെയുണ്ട്. അതുകൊണ്ട് അവരെ കൊണ്ടുവരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ യഥാർത്ഥ നീതി ലഭിക്കേണ്ട നമ്മൾക്ക് ഇത്തരത്തിൽ ഒരു രീതിയിലുള്ള ഒരു വിധി കടുത്ത നിര എത്രയോ കാലം നമ്മളോടൊപ്പം ജീവിക്കേണ്ട ഒരു കുട്ടിയാണ്. എൻ്റെ അച്ഛൻ ഇന്നും നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, 19 വയസ്സുള്ള ഒരു നിഷ്ഠൂരമായി ഒരു കാരണവുമില്ലാതെ ഇത്തരത്തിൽ നിഷ്ഠൂരമായ ഈ കൊലപാതകം നടത്തിയവർ നിയമത്തിന് വിട്ടുകൊടുക്കുന്നില്ല എന്ന് പണ്ടേ അവർ പറഞ്ഞിരുന്നു. ഞങ്ങൾക്കറിയാം. നാദാപുരത്ത് അദ്ദേഹം ലീഗിന്റെ നേതാവ് പറയുന്നിട്ട് നാദാപുരത്ത് ആരാ വർഗീയത നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെ ബോംബ് സ്ഫോടനം നടത്തി 6 പേർ ലീഗിന്റെ യുവാക്കൾ മരണപ്പെട്ടിരുന്നു. സന്തോഷിനെ വെടിവെച്ച് കൊന്നു. ബിനുവിനെ ബലാത്സംഗം ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചു കൊന്നു. എന്നിട്ട് അവരെല്ലാം നിയമത്തിന് വിട്ടുകൊടുത്തില്ല. അവരുടെ പണാധിപത്യം, പണസ്വാധീനോ ഭരണസ്വാധീനോ ഇതുപയോഗിച്ചിട്ടാണ് ഇവർ മുഴുവൻ പ്രതികളെയും രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഇവര് ഈ കേസ് സംഭവത്തിന് ശേഷം ഉടനെ പറഞ്ഞത് ബിനുവിനെയും സജീവനെയും അതുപോലെ തന്നെ സന്തോഷിനെയും ഏത് രീതിയിൽ പുറത്തു കൊണ്ടുവന്നിരുന്നു അതിനേക്കാൾ പുഷ്പം പോലെ ഇസ്മായിലിനെയും കൂട്ടരെയും ഞങ്ങൾ കൊണ്ടുവരുന്നു. ഇവര് ലീഗിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞതാണ്. അപ്പം അതിനർത്ഥം ഇവര് ഈ ബാഹ്യമായ ഇടപെടൽ ഏതൊക്കെ രീതിയിൽ നടത്തിയെന്ന് നമുക്കറിയില്ല. അതിന്റെ സത്യസന്ധമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കാതെ ഒരു കാരണവശാലും വെറുതെ വിടാൻ അനുവദിക്കില്ല. തീർച്ചയായും അതാണ് താങ്കൾ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട്. തുടരുക ശ്രീ ഭാസ്കരൻ. ശ്രീ മുഹമ്മദ് റിയാസ്, ഇപ്പോൾ നേരത്തെ തന്നെ ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ടും കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതിയാണ് പിന്നീട് ചില ജാമ്യങ്ങളൊക്കെ റദ്ദാക്കിയതും. അങ്ങനെ മേൽക്കോടതിയിൽ പോകുമ്പോൾ അത്തരത്തിൽ
ഒരു അനുകൂല നിലപാട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായിരിക്കും. ഏത് നിലയ്ക്ക് ഈ നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ തീരുമാനം? ഹൈക്കോടതി ഈ വിഷയത്തിനകത്ത് ശരിയായ നിലപാടെടുത്തുകൊണ്ട് പ്രതികളെ ശിക്ഷിക്കും. കീഴ്ക്കോടതിയുടെ നിലപാടിനെ ഓവർ റൂൾ ചെയ്യും ഹൈക്കോടതി, ഒരു സംശയമില്ല. ഞാൻ കുറച്ച് വിശ്വാസമുണ്ട്. അങ്ങനെ എത്രയോ കേസുകൾ വന്നിട്ടുണ്ടല്ലോ. ഇതിനകത്ത് വളരെ കൃത്യമായി ഉയർത്തിയ ചോദ്യങ്ങളുടെ മറുപടി ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ കണ്ടെത്തിയ തെളിവുകൾ, ദൃക്സാക്ഷികൾ പറഞ്ഞ തെളിവുകൾ, പരുക്ക് പറ്റിയ ഈ സംഭവത്തോടൊപ്പം പരുക്ക് പറ്റിയ വ്യക്തികൾ പറഞ്ഞിട്ടുള്ള അവരുടെ മൊഴി, ഇതൊക്കെ വളരെ ഗൗരവമുള്ളതാണ്. ഇത്രയും മൊഴികളും ഇത്രയും സാക്ഷികളും ഇത്രയും ഡോക്യുമെന്റ്സും ഇത്രയും രേഖകളും മറ്റുമൊക്കെ തന്നെ, രേഖകളും ആയുധങ്ങളും എല്ലാം തന്നെ പിടിക്കപ്പെട്ടിട്ടും ഹാജരാക്കിയിട്ടും ഒരു കേസിനകത്ത് ഇവർ ശിക്ഷിക്കാതെ പോവുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഇതിൽ രാഷ്ട്രീയമായി മുസ്ലിം ലീഗിന് ഇതിൽ പങ്കില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയുമ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നടത്തുന്നതിന് ആദ്യം മുതൽ അവസാനം വരെ ആ മേഖലയിലെ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ കോടതിയിൽ വന്നിരുന്നു, അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇതിന് കേസ് നടത്താനുള്ള ഫണ്ട് ഉൾപ്പെടെ പിരിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നേരത്തെ ഇവിടെ സഖാവ് ഭാസ്കരേട്ടൻ പറഞ്ഞ 5 പേർ ബോംബ് സ്ഫോടനത്തിൽ ബോംബ് നിറയ്ക്കുമ്പോൾ കൊല്ലപ്പെട്ട നരിക്കാട്ടിരി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിനകത്ത് ഇതുപോലെ വിദേശത്തു നിന്ന് പണം പിരിച്ചിരുന്നു. വിദേശത്തു നിന്നുള്ള അതേ പണപ്പിരിവ് ഈ കേസിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിനുവേണ്ടി മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ മുൻകൈയെടുത്തു പോകുന്നു. മുസ്ലിം ലീഗിന് ഈ കേസിനകത്ത് രാഷ്ട്രീയമായ കേസല്ല, പങ്കില്ല എന്ന് പറയുമ്പോൾ എന്തിന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഈ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പണം പിരിക്കുന്നു? എന്തിന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം തെയ്യമ്പാടി ഇസ്മായിൽ എന്ന് പറയുന്ന ഗുണ്ടയെ ഉൾപ്പെടെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു? തീർച്ചയായും ഇപ്പോഴും അത്തരം സംശയങ്ങൾ ഉയരുന്നുണ്ട്, വാദമുഖങ്ങളും ഉയരുന്നുണ്ട്. വളരെ നന്ദി ശ്രീ മുഹമ്മദ് റിയാസ്, ഒപ്പം ശ്രീ നജീബ് കാന്തപുരം, ഒപ്പം ഷിബിന്റെ പിതാവ് ശ്രീ ഭാസ്കരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി പൂർത്തിയാവുകയാണ്. നമസ്കാരം.